ജസ്റ്റ് 2024 ചോദിച്ച ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിക്കാം. എ സിലിണ്ടറിക്കൽ ബ്ലോക്ക് ഹാസ് പ്രിൻസിപ്പൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ I about symmetry axis and 2I about perpendicular axis passing through center of mass. അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കുക. സിലിണ്ടർ ഇതാണ്, അതിൻ്റെ ഓൺ ആക്സിസ് ആണ് സിമെട്രിക്കൽ ആക്സിസ് എന്ന് പറയുന്നത്. അതിനെ പൊതുവേ നമ്മൾ ഇസഡ് ആക്സിസ് ആയിട്ടാണ് എടുക്കുന്നത്. ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് IZ വിച്ച് ഈസ് I. ഓൾസോ എബൌട്ട് അതർ ടു പെർപെൻഡിക്കുലർ സിമെട്രിക് ആക്സിസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ 2I ആണ്. അതായത് Y ആക്സിസും X ആക്സിസും നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സപ്പോസ് IXX ആണെങ്കിൽ ഇത് 2I ആണ്. IYY ഈ ആക്സിസ് വഴിയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അതും 2I ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ ടെൻസറിന് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അവിടെ നിൽക്കട്ടെ, ക്വസ്റ്റ്യൻ വരാം. അറ്റ് സം ഇൻസ്റ്റന്റ് component of angular momentum and center of mass of the body about principal axis is LLL. അതായത് ആംഗുലർ മൊമെൻറ്റം വെക്റ്റർ അറ്റ് സം മൊമെൻറ്റ് വിച്ച് ഇസ് ഗിവൺ ബൈ LLL ഇങ്ങനെ തന്നൊക്കെയാണ്. ആൻഡ് L ഗ്രേറ്റർ ദാൻ 0. ചോദ്യം ഇതാണ്, വാട്ട് ഈസ് എ കൊസൈൻ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ആംഗുലർ മൊമെൻറ്റം ആൻഡ് ആംഗുലർ വെലോസിറ്റി? എല്ലും ഒമേഗയും തമ്മിലുള്ള കൊസൈൻ ഓഫ് ദി ആംഗിൾ ആണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം രണ്ട് വെക്ടേഴ്സ് എല്ലും ഒമേഗയും ഉണ്ടെങ്കിൽ ഏത് രണ്ട് വെക്ടേഴ്സും ആയിക്കോട്ടെ, അവരുടെ ഇടയിലുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ നമുക്കറിയാം L ഡോട്ട് ഒമേഗ ഈക്വൽ ടു L വെക്ടർ ഒമേഗ വെക്ടർ കോസ് തീറ്റ അല്ലേ? അപ്പോൾ കോസ് തീറ്റ എന്ന് വെച്ചാൽ എന്താണ്? L ഡോട്ട് ഒമേഗ L ഒമേഗ ഇതാണ്. ഇതറിയുന്നതിന് വേണ്ടിയിട്ട് എന്ത് കണ്ടുപിടിക്കണം? ഒമേഗ ഈ ക്വസ്റ്റ്യനിലൊന്നും തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. അപ്പോൾ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന റിലേഷൻ എന്താണ്? ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിലേഷൻ. L വെക്ടർ ഇസ് ഈക്വൽ ടു മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഇൻറ്റു ഒമേഗ. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം ഒമേഗ കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസർ ഡെവലപ്പ് ചെയ്യാം. മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസർ അതാദ്യം എഴുതുക. IXX, IXY, IXZ, IYX, IYY, IYZ, IZX, IZY, IZZ. ഇതാണ് മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ടെൻസർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, നമ്മുടെ IXX എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2I ആണ്. ബാക്കി ടേംസ് 0. കാര്യം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് 0. കാര്യം ഈ നമ്മൾ കാണിച്ചിരിക്കുന്ന നമ്മുടെ സിലിണ്ടറിന് എന്തുണ്ട്? സിമെട്രി ഉണ്ടല്ലേ? അതുകൊണ്ട് തന്നെ ഈ ആക്സിസ് വഴിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ Iയും ബാക്കി രണ്ട് ആക്സിസ് വഴിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ 2I ആണ്. ഡ്യൂ ടു സിമെട്രി ഓഫ് ഡയഗണൽ എലമെൻ്റ് എല്ലാം 0 ആയി പോകും. അപ്പോൾ ഇതും 0 ആണ്. ഇത് IYY 2I ആണ്. 0 0 0 I ഇസഡ് ആക്സിസ് വഴിയുള്ള മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ I ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇക്വേഷൻ ഉപയോഗിക്കുക. L is equal to I omega, that is LX LY LZ equal to I omega 2I 0 0 0 2I 0 0 0 I. ഒമേഗയെ നമുക്ക് ഇങ്ങനെ എടുക്കാം, ഒമേഗ എക്സ് ഒമേഗ വൈ ഒമേഗ ഇസഡ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ LX LY LZ LL ആണ് ഈക്വൽ ടു, ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2I ഒമേഗ എക്സ് പ്ലസ് 0 ഇൻറ്റു ബാക്കി ടേമാണ്, അതങ്ങനെ തന്നെ നിൽക്കും. അടുത്ത 2I ഒമേഗ വൈ I ഒമേഗ ഇസഡ്. സോ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ എക്സ് വിൽ ബി, അല്ലേ, രണ്ടുകൂടെ ഇക്വേറ്റ് ചെയ്യുക. ഒമേഗ എക്സ് വിൽ ബി L/2I. ഈ ടേമും ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഒമേഗ വൈ ഈക്വൽ ടു L/2I.
ഈ ടേമും ഇക്വേറ്റ് ചെയ്യുക ഒമേഗ ഇസഡ് ഇസ് ഈക്വൽ ടു എൽ ബൈ ഐ. അപ്പോൾ നമുക്ക് ഒമേഗ വെക്ടർ കിട്ടി. ഒമേഗ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമേഗ എക്സ്, ഒമേഗ വൈ, ഒമേഗ ഇസഡ് ഇത് ചേരുന്ന വെക്ടറാണല്ലോ അല്ലേ? അതെന്താ കിട്ടിയേ? ആ വെക്ടർ എൽ ബൈ ടു ഐ, എൽ ബൈ ടു ഐ, എൽ ബൈ ഐ, എൽ ബൈ ടു ഐ, എൽ ബൈ ടു ഐ ആൻഡ് എൽ ബൈ ഐ. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ത്? ഒമേഗ വെക്ടർ. ഇനി ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഈസ് റൂട്ട് ഓഫ് ഒമേഗ എക്സ് സ്ക്വയർ പ്ലസ് ഒമേഗ വൈ സ്ക്വയർ പ്ലസ് ഒമേഗ ഇസഡ് സ്ക്വയർ ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എൽ ബൈ ടു ഐ സ്ക്വയർ പ്ലസ് എൽ ബൈ ടു ഐ സ്ക്വയർ പ്ലസ് എൽ ബൈ ഐ സ്ക്വയർ. ഇതിൽ നിന്ന് എൽ ബൈ ഐ സ്ക്വയർ കോമൺ ആയിട്ട് എടുക്കാം, അത് എൽ ബൈ ഐ എന്നായിരിക്കും. ബാക്കി 1/2 സ്ക്വയർ 1/4 പ്ലസ് 1/2 സ്ക്വയർ 1/4 പ്ലസ് 1, ദാറ്റ് ഈസ് ഹാഫ് പ്ലസ് 1 റൂട്ട് 3/2 എൽ ബൈ ഐ ഇൻറ്റു റൂട്ട് 3/2. ദിസ് ഈസ് ഒമേഗ. Then L vector we know, which is L, 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 right? Therefore, this is L vector. Therefore, its magnitude will be root of L square plus L square plus L square. That is root 3L. Now, L dot omega vector equal to, we have to just take the dot product of this, which is nothing but Lx omega x plus Ly omega y plus Lz omega z. Lx is L, omega x is L by 2i plus Ly is L, omega y is again L by 2i plus Lz is L, omega z is L by I. So this will leads to L squared by 2i plus L squared by 2i plus L squared by I. L squared by 2i, L squared by 2i is L squared by I plus L squared by I, that is 2L squared by I. Right? Now we have L, our equation cos theta equal to L dot omega by its value. Okay, what is L dot omega? 2L squared by I, 2L squared by I. What is magnitude of L, which is root 3/2 L by I, into what is magnitude of omega? Sorry, this is magnitude of omega and magnitude of L is root 3L, right? So root 3L. L squared will get cancelled from the denominator and numerator. I also get cancelled. Root 3 into root 3 into is 3. So that will become 3 in the denominator. This root 2 from the denominator goes in the numerator. So 2 root 2 by 3. So this is the final answer to our problem. Okay. അപ്പോൾ നിങ്ങൾ നോക്കുക, രണ്ട് വെക്ടറുകൾ തമ്മിലുള്ള ആംഗിളാണ് ചോദിച്ചിരുന്നത്. ആംഗിൾ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ആയിട്ടുള്ള കോസ് തീറ്റ ഓർ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. എൽ ഡോട്ട് ഒമേഗ ഈക്വൽ ടു എൽ ഒമേഗ കോസ് തീറ്റ. അറിഞ്ഞൂടാത്ത ഒമേഗ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഐ ഈക്വൽ ടു എൽ ഒമേഗ എന്ന് പറയുന്ന റിലേഷൻ ഉപയോഗിച്ചിട്ട്. ദെൻ ജസ്റ്റ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു, അവരുടെ മാഗ്നിറ്റ്യൂഡുകൾ കണ്ടുപിടിക്കുന്നു, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.